തണ്ണീർപ്പന്തൽ. ആ പെട്ടെന്ന് തന്നെ വണ്ടി കയറാൻ പോകുന്നില്ല. അങ്ങനെ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ അതുകൊണ്ടാണ് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞത്. ഇതാട്ടോ റോഡ്. ഈ റോഡിൻ്റെ ഇത് കണ്ടോ, രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് നടുക്ക് കണ്ടോ, നടുക്ക് മണ്ണ് തന്നെ കണ്ടോ. ഇതാണ് റോഡ്. അധികം നേരെ ഹാൾട്ടില്ല, അതുകൊണ്ട് തന്നെ കയറുകയാണ്. സൈലന്റ് വാലിയാണ്, അത് സൈലന്റ് ഇരുന്നോളുക. 200 വർഷം പഴക്കമുള്ള പ്ലാവ് ഇതാണ്. നല്ല ക്വാളിറ്റി അല്ല അങ്ങനെയില്ല, കുറ്റുതേൻ നമ്മുടെ ചെറുതേനില്ലേ, രണ്ടൂറുണ്ട്. വെൽക്കം ടു ദി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇത് ഈ വാച്ച് ടവർ കയറാനാണ് നമ്മൾ വന്നത് കേട്ടോ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി നിർവഹിച്ചല്ലേ. ഏതേത്? ഓ എൻ്റെ അമ്മോ, സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു മേള. അതേ ഓക്കെ. ഡാമിലേക്കാണോ? അതെയോ? അല്ല അത് എവിടെയാ ഇപ്പൊ കണ്ണെവിടെയാ? ചേട്ടൻ എവിടുന്നാ? പെരുമ്പാവൂരാ? പ്രോപ്പർ പെരുമ്പാവൂരാ? അറിയാ. പേരെന്താ? ചെറിയ. നല്ല ഭംഗിയുള്ള മല. അത് ഇതിൻ്റെ വാച്ച് ടവറിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കണ്ടോ, ഇത് കണ്ടോ ആ മല. നല്ല ഭംഗിയില്ലേ നോക്കി. ചേട്ടനൊക്കെ എവിടുന്നാ? ചേട്ടനൊക്കെ പെരുമ്പാവൂര്? പ്രോപ്പർ പെരുമ്പാവൂര്. അതെയാ. പേരെന്താ? ആ ചേട്ടൻ്റെ പേര്? ഇക്കാര്യം. ഇതാട്ടോ നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ, KSRTCയുടെ പേര് ഗണേഷ്. KSRTC 7:30 എത്തുമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി അല്ലേ? 6:30 എത്തില്ല നമ്മള്. 7 മണിയായപ്പോഴേക്ക് എത്തി. ഓ 12 ആള് പോയിട്ടാണ് ഞാൻ അടുത്ത ആൾക്ക് പാടാനായിട്ട്. തലകറക്കമുള്ളവരൊന്നും കയറണം കേട്ടോ. ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ കുറേ ഉള്ള ഏരിയ കേട്ടോ. ആദ്യം പറഞ്ഞില്ല, അതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് എന്താ പറയണേ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം അതായിട്ടാണ് ഗാഡ് പറഞ്ഞത്. നല്ല കാറ്റല്ലേ? ആ ശരിയാ, നല്ല കാറ്റ്. ആ അതെ, എന്നെ ഭംഗിയത്. എന്റെ ദൈവമേ, ഇല്ല അത് കണ്ടില്ല. അനേ ഓ ഗ്ലാസ് കൂടിന്റെ ഇടയ്ക്കൊക്കെ കയറിക്ക. നല്ല ഭംഗിയല്ലേ നോക്കി. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. നില ഒന്നാമത്തെ ആയുള്ളൂ, അപ്പോൾ തന്നെ നല്ല ഹൈറ്റ്. ഇത് കണ്ടോ, നല്ല ഉയരത്തിലായുണ്ട്. ഇവിടെ നിന്ന് തന്നെ എന്താ പറഞ്ഞ ഇതൊക്കെ ഏകദേശം ഒരേ ലെവൽ പോലെ തോന്നും. ഉണ്ടോ? നല്ല ഇത് ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ വാച്ച് ടവർ ഞങ്ങൾ ഊട്ടി പോയപ്പോൾ കയറിയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ഉയരമുള്ള ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്. വാച്ച് ടവറിൻ്റെ മുകളിൽ ശരിക്കും കാണാം. ഇവിടെ ഒരു സിംഹവാലൻ കുരങ്ങുണ്ട്, അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, സിംഹവാലൻ കുരങ്ങ്. അതിൻ്റെ വലിയ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഇത് ചെറുതാ. അതിൻ്റെ വാല് കാണാമോ എന്നറിയില്ല. കണ്ടോ, ആ കണ്ടോ വാല് ഭയങ്കര, കണ്ടോ വാലാണ് ഇങ്ങനെ, കണ്ടോ ഭയങ്കര നീളമുള്ള വാല. ആ ഗ്ലാസിൻ്റെ ഇതിനകത്ത് മാത്രം ചൂട് അല്ലേ? പുറത്ത് നല്ല കാറ്റല്ലേ, ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ നല്ല കാറ്റാ. അതെ കയറിപ്പാ. നല്ല ഭംഗിയായിട്ടേ അവിടെയൊക്കെ കണ്ടോ, നല്ല ഭംഗിയാട്ടോ. അങ്ങനെ അതെ അതെ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടോ. അതായത് ഈ വാച്ച് ടവറിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നല്ല മനോഹരമായ കാഴ്ച. നല്ല ഏറ്റവും ഞങ്ങൾ ടോപ്പിൽ വന്ന് എന്താ ഭംഗി പ്രകൃതി. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. ഇത് കണ്ടോ, ഇത് പുഴയുടെ പ്രദേശം അല്ലേ? ആ
മലയൊക്കെ നോക്കി ഒന്ന് നോക്കിയത് ഇത് എന്നെ പൊക്കത്തിലാ. ഇതും അത്രയും തന്നെ പൊക്കമുണ്ട് അല്ലേ? ഏകദേശം അത്രയും തന്നെ പൊക്കമുണ്ട് അല്ലേ? നല്ല പൊക്കത്തിലത്. പിന്നെ അല്ലേ മുകളിൽ നല്ല വ്യൂ. ഫാസ്റ്റ് ടവർ നല്ല ഒരു അനുഭവം എന്തായാലും അല്ലേ? നല്ല വ്യൂ. മഞ്ഞുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായയും സ്നാക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് കഴിക്കാൻ പോവാം. ഏതായാലും അട ഒരു ചായയാണ് അറേഞ്ച് ചെയ്തത്. അതെ അതെ, സൂപ്പർ ആയില്ലേ? പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് അല്ലേ, ഇത് നന്നായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇത്ര രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ എത്തിയിട്ടോ. ഇലയുടെ എന്നോട് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ആൾ പറഞ്ഞ, അതായത് 3500 രൂപയ്ക്ക് 3 ദിവസമുള്ള താമസിച്ച് ഇവിടെ ഭക്ഷണം ഉൾപ്പെടെ താമസത്തിന് സൗകര്യമുണ്ട്. അവർ തന്നെ ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞു. അങ്ങനെ 3 ദിവസം താമസിച്ച് ഈ കാട് അറിയാനുള്ളൊരു അവസരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്നുണ്ടെന്നാണ് ഫോറസ്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞ്. ചായയുടെ രണ്ടും ഉണ്ടോ? ചായയും കാപ്പിയും ഉണ്ടോ? അല്ലേ? സൈലന്റ് വാലിയിൽ ഇരുന്ന് അട കഴിക്കുക. ചായ കാപ്പി ഇതേ പുറകിലുണ്ട് കേട്ടോ. ഇത് കാപ്പി ചൂടാണോ? അതെ അതെ, ഇച്ചിരി അങ്ങനെ അധികം സമയമില്ല, ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു ഡാമിൽ പോകാനുണ്ട്. ഡാമിൻ്റെ പേര് അല്ലേ? കാഞ്ഞിരപ്പുഴ ഡാമിൽ പോകാൻ. കാരപ്പുഴ വേറെ, കാഞ്ഞിരപ്പുഴ ഡാമിൽ പോകാൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ആളുകളാട്ടോ. മേപ്പുറത്തോടി അല്ലേ? പേര് സലീം. റിട്ടയർഡ് അധ്യാപകനാണ്. അതെയോ? ഏത് സ്കൂളിലായിരുന്നു? ഞാൻ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അവിടുന്ന് പ്രൊമോഷൻ കിട്ടി. രാവിലത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചെന്നു. അവിടെ കാണാമോ? ഇതിനകത്ത് കാണാമോ? അതെയോ? ഇത്ത വൈഫ് എന്നെ വാച്ച് ടവർ കയറിയായിരുന്നോ? അതെയോ? ടീച്ചർ അവിടെ തന്നെയാ? അതെയോ? ഇപ്പോഴും ഉണ്ട്. ഇത്ത എവിടെയാ വീട്? നിങ്ങൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് കയറിയല്ലേ? ബസ്സിൽ കയറിയത് അല്ലേ? ഗ്രൂപ്പായിട്ട് പോകുന്നതാ. ചുറ്റും ഫോറസ്റ്റ് ആട്ടോ, കണ്ടോ? സൈലന്റ് വാലി പാർക്കിനുള്ളിലൂടെ വനപാതയിലൂടെ നടക്കുകയാണ്. കണ്ടോ? ടാറിട്ടാത്ത റോഡാട്ടോ അത്. ടാറുമില്ല, ഒന്നുമില്ല, വെറും മൺ റോഡ് മാത്രം. തണുപ്പാട്ടോ അവിടെ. ഉറുമ്പിന്റെ കൂട് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും വലിയ ഉറുമ്പിന്റെ കൂട് കണ്ടിട്ടുള്ള ഉറുമ്പിന്റെയാന്ന് തോന്നുന്നു. ഇവര് ഉറുമ്പിന്റെയാന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട്. ഇതാണ് വലുത് കണ്ടോ? ഇത് ഉറുമ്പിന്റെ കൂടല്ലേ? അതെയാ? ഉറുമ്പിന്റെ ആണോ എന്തിന്റെ ആണോ എന്നറിയില്ല. അല്ലേ? അതുപോലെ എന്തോ ആണ് അല്ലേ? അല്ലേ? അല്ല, ആനപ്പിണ്ടം കിടക്കണോ? വഴിക്ക് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മള് പുഴ കാണാൻ പോണേയാണ് ഇവിടെ. അതായത് പുഴ കാണാത്തോണ്ടല്ല, സൈലന്റ് വാലിയിൽ വന്നിട്ട്. അതെ, സൈലന്റ് വാലിയിൽ പുഴ കാണാൻ പോവാണ്. ഇത് കണ്ടോ? ചെറിയ ചെറിയ വെള്ളം ഒഴുകി. അരുവി അല്ല, ഇത് മാവല്ലേ? ഇത് മാവാന്നേ. ഇത് വനത്തിനകത്തെ മാവ് കണ്ടോ? കണ്ടോ? വനത്തിനകത്തെ മാവാ അത്. മാമ്പഴം ഉണ്ടോ നോക്കി. ദേ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കി. എന്റെ ദൈവമേ, ഇത് നോക്കി. അത് സൗണ്ട് കേക്കാം. പുഴയെത്തി സൗണ്ട് കേക്കാം. വലിയൊരു മരം കണ്ടോ? ഇത് എന്നെ മരമായിരിക്കോ? എന്ത് പൊക്കാത്? ആഞ്ഞിലാണ് ഇത്. ആഞ്ഞിലല്ലേ? വേറെ എന്തോ കാട്ടുമരം കണ്ടോ അല്ലേ? കണ്ടോ? എന്നെ മണ്ണ 4 പേര് പിടിച്ചാലും 4ഒന്നല്ല അല്ലേ? എത്ര പേര് പിടിച്ചാലും എത്തണേ? ഭയങ്കര ഭംഗിയല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇത്ര നേരം വന്നിട്ട് ഇതിന് കണ്ടില്ലാന്ന് വേണ്ട. കണ്ടോ? കറണ്ടിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ആനയെ വഴിയിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി കറണ്ടിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. കമ്പി വേലി. ഇവിടെ
ഡാമിന് വേണ്ടി പ്രപ്പോസ്ഡ് സൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അത് ശ്രമം ഉപേക്ഷിച്ചാന്ന് പറഞ്ഞത്. കണ്ടോ കണ്ടോ ഒരു നിമിഷേ കണ്ടോ, ആ സെൻറ്ററിൽ നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഏരിയല്ലേ നോക്കി. വണ്ടി ആടി വലിഞ്ഞാട്ടോ പറയാം. സൈലന്റ്വാലിയിലേക്ക് ഇവര് അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടികൾക്കൊന്നും ഇവിടെ പ്രവേശനമൊന്നുമില്ല. ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ് പോകുന്നത്. ഫോറസ്റ്റ് ഓഫീഷ്യൽസ് നമ്മുടെ അനുഭവിക്കും. ആ വണ്ടിയാണിത്. നന്നായിട്ട് ആടി ഒതുങ്ങിയ പോലെ. കാരണം എന്താ വെച്ചാൽ റോഡ് ഫുള്ളില്ല. ആദ്യം പറഞ്ഞല്ലോ, റോഡ് ഫുള്ളില്ല. റോഡിൽ അതായത് ടയറിന് പോകാൻ പറ്റുന്ന രീതിയിൽ 2 സൈഡും കോൺക്രീറ്റ് ചെയ്തേക്കാം. എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മുഖ്യ ആകർഷണം സിംഹവാലൻ കുരുങ്ങി.